വരാൻ വൈകൂ? ചിലപ്പം. ഏതായാലും നാളെ അവൻ സ്കൂളിലേക്കൊന്ന് വരട്ടെ. ബഷീർ മാഷ് വന്ന് പറഞ്ഞാണെന്ന് പ്രത്യേകം പറയണം. കുടിക്കാനെന്തെങ്കിലും? ഒന്നും വേണ്ട, എന്നാ ഇറങ്ങട്ടെ. ലൈറ്റിന്റെ ചുവട്ടിലായിരുന്നു അത്രേ ആ ബാലൻ പാഠങ്ങൾ വായിച്ചു പഠിച്ചത്. ആരായിരുന്നു ആ ബാലൻ എന്നറിയോ അപ്പൂന്? അമേരിക്കൻ പ്രസിഡന്റ് പദം കൈയാളിയ എബ്രഹാം ലിങ്കൺ. പരിശ്രമിച്ചാൽ എന്തും നേടിയെടുക്കാം. പ്രതികൂല സാഹചര്യങ്ങൾ ധീരതയോടെ നേരിടുന്നവർക്ക് വിജയം ഉറപ്പാ. പോടോ പോടോ, ഇങ്ങനെ തരാന്ന് പറഞ്ഞ് കുടിച്ചിട്ട് പോകാനേ താനെന്റെ അമ്മായിയപ്പനൊന്നുമല്ലല്ലോ. തനിക്ക് എത്ര രൂപയാടാ ഞാൻ തരാനുള്ളത്? പറയണ ചേട്ടെ. അനാവശ്യം പറഞ്ഞ അടിച്ച് ചെതുക്കുറ്റി പിടിക്കും ഞാൻ. പോരാവില്ലേ? നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെ പണം ഞാൻ തന്നിരിക്കും. ഈ വാസു പോടോ. വാസു തന്തയ്ക്ക് പറഞ്ഞോരാ. പലിശയ്ക്ക് വാങ്ങിയാണേലും തരാനുള്ളത് തരും. എപ്പോഴും വന്നിങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ എങ്ങനെയാ? ഇപ്പൊ തന്നെ സംഖ്യ ഒരുപാടായി ഇങ്ങോട്ട് തരാൻ. അളിയനാ ബന്ധുവാ എന്നൊക്കെ കരുതിയാ ഞാൻ ഇതുവരെ കാത്തത്. അലിയ, എനിക്ക് കിട്ടാനുള്ള പണം കിട്ടണം. വേണമെങ്കിൽ 1 മാസത്തെ അവധി തരാം. അതിനുള്ളിൽ തന്നില്ലെങ്കിൽ അളിയന്റെ പോലെയും പറഞ്ഞു എന്റെ പേരിലാവും. അതെങ്ങനെയാ? പണം എണ്ണി വാങ്ങുമ്പോൾ ഒരു മുദ്രപത്രം ഒപ്പിട്ട് തന്നിരുന്നല്ലോ അളിയൻ. അതിന് വിശദമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, വായിച്ചില്ലേ? അതെങ്ങനെയാ വായിക്കാനറിയണ്ടേ? പെങ്ങളെ, ഞാൻ എന്താ ഈ കേൾക്കണത്? കണ്ണു പിടിച്ചും താന്തോന്നിയായി നടന്നപ്പോഴേ ഓർക്കണമായിരുന്നു ഏട്ടൻ. എങ്ങനെ അലിയ? എന്നാലും ഒരെന്നാലും ഇല്ല. വാസു പോ, എനിക്ക് വേറെ പണിയുണ്ട്. അളിയനല്ലെന്ന് വിചാരിച്ച പൈസ കുറച്ചുണ്ട്. ഭാവമനോഹരമാമി തടാകത്തിൽ ഭാവനെ ചെന്നുണ്ണി നീന്തിയാലും ജീവിത വ്യഗ്രത കൊണ്ട് ചൂടേറുന്ന ചേതനെ ചുറ്റു. ഞാനും കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. അച്ഛനോട് ക്ഷമിക്കണം മോനെ, അച്ഛനെല്ലാം നശിപ്പിച്ചു. വായിച്ചോ മോനെ, അക്ഷരമറിയാത്തതുകൊണ്ടും കള്ളു കുടിച്ച് ബോധമില്ലാത്തതുകൊണ്ടും നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കിട്ടിയ വഞ്ചന ഇന്ന് ഞാൻ മനസ്സിലാക്കി. നീ പഠിച്ച മിടുക്കനാകണം. കുടിച്ചിട്ടില്ലല്ലേ? ഇല്ല, ഇനി ഒരിക്കലും അച്ഛൻ കുടിക്കില്ല. ജോലിക്കാരെ കിട്ടാത്ത വിഷമം അങ്ങനെ, കിട്ടിയത് കൊങ്ങനെ. എവിടെ മുതവി? ആരെ അളിയെ അന്വേഷിക്കുന്നത്? അവളെ തന്നെ, ആ മൂലവിയെ. ഞാനേ അവളിന്ന് വരാത്ത കാരണം എന്റെ ഭാർഗവി ആകെ കഷ്ടത്തിലായി. മുറ്റടിച്ച് വാരിയിട്ടില്ല, പശുവിനെ കറന്നില്ല, പിള്ളേർക്ക് കാപ്പി പോലും ഉണ്ടാക്കിയില്ല. വിളിക്കാം മൂദേവിയെ. മൂദേവിയല്ല, ജാനു. എന്താണ് ഈ വലിയ വീട്ടിലേക്കുള്ള വഴിയൊക്കെ മറന്നോ? അവള് ദാസ്യവേല ചെയ്ത് ഈ കുടുംബം പോറ്റണ്ട ഇനി മുതൽ. നേരോ? കുടിയംവാസമാണ് ഈ പറയുന്നത്? എന്ന് മുതലേ നിനക്ക് ഈ ബോധോദയൊക്കെ ഉണ്ടായത്? കുടിയം വാസുവിന് വാസുവാകാൻ കഴിയും, പക്ഷേ പലിശ കേസുവിന് കേസുവാകാൻ കഴിയില്ല. ആ അളിയൻ പോ. നീ വല്ലല്ലടി? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ഭാർഗവി കുഴപ്പമില്ല ഈശ്വര. വെയിലും ചൂടുവേറ്റാൽ ഒരുങ്ങുന്ന വെണ്ണയല്ലേ അവള്. നേരം കളയാതെ അളിയൻ പോ. അടുക്കളയിൽ അവക്കൊരു കൂട്ടാവും. വാസു കൂടിയാനാണ് ഈ കേസിന്റെ അടുത്ത് പലിശക്ക് ഇനിയും വരും നീ. മോനെവിടെ? ഇനി പുല്ലരിയാനൊന്നും പോകണ്ട, ഉള്ള നേരം ഇരുന്ന് പഠിച്ചോട്ടെ. അവന്റെ പ്രോഗ്രസ് കാർഡ് കിട്ടിട്ടോ? അതെന്തോന്ന് കാർഡാടി? റേഷൻ കാർഡ് പോലെ വല്ലതുമാണോ? പരീക്ഷയുടെ മാർക്കൊന്നൊക്കെ എഴുതുന്ന കാർഡാ. ക്ലാസ്സിൽ അവനാ ഒന്നാണ്. അത് പിന്നെ അവൻ എന്റെ മകനാ. ഫസ്റ്റ് ഏറ്റവും കുറച്ച് മാർക്ക് വാങ്ങിയതിൽ 1ാം റാങ്കുകാരൻ നമ്മുടെ മോൻ മിടുക്കൻ. അയ്യോ, എന്റെ മക്കൾ ഇപ്പൊ പഠിച്ചു വലിയ ജോലിക്കാരൊന്നും ആയില്ലേലും ജീവിക്കാനുള്ള വക ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. കേസ് പലിശ കേസ് ആയതിന്റെ അന്ത നടക്കട്ടെ. അപ്പോഴത്തെ ക്ലാസ്സിൽ അമ്മയുണ്ട്. പൊടി എന്ത് പറഞ്ഞാൽ അവക്കൊണ്ടൊരു അപ്പോട്ടൻ. ഇനി ആ ചെക്കന്റെ പേര് ഇവിടെ പറഞ്ഞു പോരുത്.
ആ പോയിക്കോളൂ പോയിക്കോളൂ. എന്റെ മക്കൾ വേറെ സ്കൂളിൽ പോയിക്കോളൂ കേട്ടോ. ഓ, അതിനെങ്ങനെ മക്കൾ അമ്മതല്ലേ. വരുന്നുണ്ട് റാങ്കുകാരൻ. എന്താ ഉണ്ണീത്? വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിക്കുക. ഞാൻ വീട്ടിൽ പറയും. പോടാ ഒരു 10 ക്ലാസ്സുകാരൻ. 1ാം റാങ്ക് കിട്ടിയതിന്റെ പവറാ. അതൊന്നുമല്ല, ഇതൊക്കെ വേണ്ടാത്ത ശീല. വീടുവലിയും കള്ളുകൂടിയൊക്കെ ഉപദേശിക്കുക. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. വീട് വലിക്കരുതല്ലേ? ആണോ? ഇന്ന് പവറിയായി അവസാനിപ്പിക്കും ഈ ഉണ്ണിക്കുട്ടൻ. കാക്കി കുപ്പായവും കാക്കി ഉടുപ്പും ധരിച്ച ഈ ബാലനെ നിങ്ങൾക്ക് പരിചയമില്ലേ? ഇല്ലെങ്കിൽ ഇതാ പരിചയപ്പെടാൻ നിങ്ങൾക്കൊരവസരം. അയാൾ ലോകമെങ്ങും വ്യാപിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനാണ്. ആരെപ്പറ്റിയാണ് ഈ പരാമർശമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. സ്കൗട്ട് പ്രസ്ഥാനത്തെക്കുറിച്ച് അറിവുള്ളവരാണല്ലോ നിങ്ങൾ. ആ പ്രസ്ഥാനം തുടങ്ങിയ മഹാനായ ലോർഡ് ബേരൻ പവലിനെ പറ്റിയും അദ്ദേഹത്തിന്റെ സ്കൗട്ട് പ്രസ്ഥാനത്തെ പറ്റിയുമാണ് ഈ പാഠത്തിലൂടെ നിങ്ങൾ പഠിക്കുവാൻ പോകുന്നത്. ലോകത്തിൽ ധാരാളം രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്നു. ഒരു ദിവസം ഒരു നേരത്തെ സമ്പൂർണ്ണ ഭക്ഷണം പോലും അവർക്ക് ലഭിക്കുന്നില്ല. ദാരിദ്ര്യത്തിന് പ്രധാന കാരണം ജനസംഖ്യാവർദ്ധനമാണ്. എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? പറയൂ, പറഞ്ഞോളൂ. ടീച്ചറെ, എന്റെ മാല കാണുന്നില്ല. എവിടെയാ പോയത്? എനിക്കറിയില്ല. ഇടനേരത്ത് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? കളിക്കായിരുന്നു. കൂടെ ആരെല്ലാം ഉണ്ടായിരുന്നു? രവി, സീന, അമ്മുക്കുട്ടി, അപ്പേട്ടൻ, ഉണ്ണിയേട്ടൻ. ആരെടുത്തവരൊരു തിരികെ തരിക. എങ്കിൽ പ്രശ്നമില്ലാതെ എല്ലാം തീരും. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം ആദ്യമാണ്. ചെറിയ കുട്ടികളെ സ്വർണ്ണമാലയും കെട്ടിച്ച് സ്കൂളിലേക്ക് അയക്കരുതെന്ന് ഞാൻ അവരുടെ മാതാപിതാക്കളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലർ പത്രാസ് കാട്ടാൻ ആനച്ചങ്ങലയും കെട്ടിച്ചാണ് അയക്കാറ്. അവർക്കൊക്കെ ഇതൊരു പാഠമാണ്. മാലയാർക്ക് കിട്ടിയില്ലേ?